വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് കോളിഫ്ലവർ വെച്ചിട്ട് നമ്മുടെ ചോറിൻ്റെ അപ്പത്തിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോളിഫ്ലവർ മസാല കറി തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ കോളിഫ്ലവർ ഒരു 200 ഗ്രാമൊക്കെ വരുന്ന ഒരു കോളിഫ്ലവർ ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്ത് ഒരു 3-4 മിനിറ്റ് നല്ല ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് ഒന്ന് തിളപ്പിച്ച് ഒരു 3-4 മിനിറ്റ് മാത്രം ഞാൻ വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ച് എടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് കഴുകി ഇതേപോലെ ഒന്ന് തണുത്ത വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കോളിഫ്ലവറാണ് ഇത്. ഇനിയിപ്പോൾ നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റി വെള്ളമൊക്കെ കളഞ്ഞൊന്ന് ഡ്രെയിൻ ചെയ്ത് വെക്കാം. അതിനുശേഷം ഞാൻ അടുപ്പിലൊരു പാൻ വെച്ചു. പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളമുള്ള വെളിച്ചെണ്ണയാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്നിട്ട് കൊടുക്കുക. കറിവേപ്പില ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്കൊരു 3 വലിയ സവാളയും 1 പച്ചമുളക് 4ആയിട്ട് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നല്ല രീതിയിൽ നമുക്ക് ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കാം. ഇതേപോലെ സവാള ഒന്ന് സോഫ്റ്റായി തുടങ്ങുമ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂണോളം ഉള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതൊന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ വഴറ്റി ഇതേപോലെ നല്ലതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുന്നിടം വരെ ഇതേ രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ല രീതിയിലൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിതിലേക്കുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉള്ള ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ഉള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉള്ള പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം വീണ്ടും നമുക്കൊരു 1/2 ടീസ്പൂണോളം ഉള്ള ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല രീതിയിൽ ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മളുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നല്ല മണമൊക്കെ വന്നു. ഇത് മതി. ഈ ടൈം ആകുമ്പോൾ ഞാനൊരു വലിയ തക്കാളി, പഴുത്ത തക്കാളിയാണ്, വലുതാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. അത് ഞാൻ ഇതിലേക്ക് ഇതേപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ഇനി എന്നിട്ട് ജസ്റ്റ് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ഒന്ന് വഴണ്ട് വരാൻ വേണ്ടി ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മളുടെ ആ തക്കാളി ഒന്ന് നല്ല രീതിയിൽ വെന്തുടഞ്ഞ് വരുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മൾ ആ സൈഡിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തക്കാളിയൊക്കെ നല്ല രീതിയിലൊന്ന് വെന്തുടഞ്ഞു. ഈ ടൈം ആകുമ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഫ്ലവറില്ലേ, വെള്ളമൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മസാലയിലിട്ട് ഈ കോളിഫ്ലവർ നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ കണ്ടോ നല്ല രീതിയിലൊരു 1-2 മിനിറ്റ് നല്ല രീതിയിൽ ഞാൻ ഈ കോളിഫ്ലവർ ഇതിലിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, നമ്മുടെ ഗ്രേവിക്ക് എത്ര വെള്ളം വേണോ ആവശ്യത്തിനുള്ള നല്ല ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പോളം ഉള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും നമുക്കിതിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 4-5 മിനിറ്റ് മാത്രം ഒന്ന് വീണ്ടും ഒന്ന് കോളിഫ്ലവർ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കണ്ടോ നമ്മളുടെ ഗ്രേവിയൊക്കെ നല്ല രീതിയിൽ ഒന്നും കൂടെ വറ്റി. ഈ കോളിഫ്ലവർ ഒരുപാട് വെന്തുടഞ്ഞു പോകരുത്. ഒന്ന് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം ഒരുപാട് വെന്തുടഞ്ഞു പോകരുത്. നമുക്ക് ഇടയ്ക്ക് കടിക്കുന്ന രീതിയിലുള്ള ആ ഒരു, ഇപ്പോൾ കണ്ടോ ഇതേപോലെ വെന്തൊന്നും ഉടഞ്ഞു പോയിട്ടില്ല, പരുവത്തിന് വെന്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോറിൻ്റെ കൂടെ ആയതുകൊണ്ടാണ് ഇത്രയും ഗ്രേവി ആയിട്ട് വെച്ചത്. നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ അല്ല ചപ്പാത്തിക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം ഉള്ള ഗരം മസാല ഞാൻ വീണ്ടും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉള്ള പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ലാസ്റ്റായിട്ട് ഞാനിതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ മസാല കറി റെഡിയായി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ല രീതിയിൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല സൂപ്പർ ആൻഡ് ടേസ്റ്റി കറിയാണ്. നമ്മുടെ ചൂട് ചോറ്, അപ്പം, പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. കോളിഫ്ലവർ ഉണ്ടെങ്കിൽ എല്ലാവരും തയ്യാറാക്കി നോക്കേണ്ട ഒരു കറിയാണ്. അപ്പം നമുക്ക് ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.